റിഗ്രഷൻ എന്താണെന്ന് നോക്കിയാലോ. സ്ലീപ്പ് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ സ്ലീപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് വളരെ കാമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ബേബി പെട്ടെന്ന് ഉറക്കത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ കാണിക്കുന്നു. ചെറിയൊരു ശബ്ദം കേട്ട് തന്നെ ഉടനെ ഞെട്ടി എണീക്കുക, അല്ലെങ്കിൽ വല്ലാതെ കിടന്ന് കരയുക, കയ്യിലടിക്കുമ്പോൾ ഉറങ്ങുന്നുണ്ട്, ബെഡിലോട്ട് വെക്കുമ്പോഴത്തേനും ഉറങ്ങി എണീക്കുക, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുക. ദാറ്റ് മീൻസ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസ്റ്റർബൻസസ് വെൻ ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ബേബി അച്ചീവ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെയുള്ള സ്ലീപ്പ് ചേഞ്ചസ് ആൻഡ് പാറ്റേൺ ഡിഫറൻസസ് ഉണ്ടാകുക. ഇനി ഇത് എപ്പോഴാണ് ഉണ്ടാവുക? 3 to 5 months, 8 to 10 months ആൻഡ് 12 to 18 months. ഇങ്ങനെ 3 phases ആയിട്ടാണ് സ്ലീപ്പ് ഡിഗ്രഷൻ നടക്കുക. 3 to 5 monthsൽ ബേബി അച്ചീവ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? റോളിംഗ് ഓവർ, റോളിംഗ് ബാക്ക്, ആൻഡ് സ്ലോലി ബേബി വിൽ ട്രൈ ടു കം ടു ദ സിറ്റിംഗ് പൊസിഷൻ ആൻഡ് സപ്പോർട്ട് സിറ്റിംഗിൽ ഇരിക്കാൻ പറ്റും. 8, 9, 10 monthsലാണ് ബേബി കുറച്ചുകൂടി നന്നായിട്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞ മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്യുന്നതും ക്രീപ്പിംഗ്, അതായത് ഓൺ ദി ടമ്മി ആണെങ്കിൽ ബേബി വിൽ ട്രൈ ടു മൂവ് ഫോർവേഡ് എ ലിറ്റിൽ, ക്രീപ്പേഴ്സ് പോലെ ചെയ്യുന്നത്, നോട്ട് ക്രോളിംഗ്. ഓക്കെ, ബട്ട് ദെൻ വി ഹാവ് ദിസ് ടീത്തിങ് ഇഷ്യൂസ് as well. ഓക്കെ, ചൂയിങ് ഇഷ്യൂസ് വരും. ബേബിയുടെ സ്ലിപ്രഷൻ ബൈ പോസ്റ്റ് 8 months വി സേക്ക് ലൈക്ക് കോഗ്നിറ്റീവും ചെറുതായിട്ട് ഇൻവോൾവ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. സോ 12 to 18 monthsൽ 12 months ദർ ഇസ് എ ഗ്രോത്ത് സ്പേർട്ട്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇങ്ങനെയാണ് ബേബി കണ്ടിന്യൂസ്ലി എങ്ങനെയാണ് തുടർച്ചയായിട്ട് ഉറങ്ങുന്നത് എന്ന് പഠിക്കുന്നത്. നമ്മളെല്ലാവരും ശരിക്കും സ്ലീപ്പ് എന്ന് പറയുന്നത് സ്മോൾ വേവ്സ് അനുസരിച്ചിട്ടാണ്. നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ് ഉറങ്ങുന്നത്. ആൻഡ് സ്ലീപ്പ് ഇസ് നോട്ട് ലൈക്ക് കണ്ടിന്യൂസ്. നമ്മൾ അഡൾട്ട്സും നമ്മളിപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചരിഞ്ഞുറങ്ങും, നേരെ ഉറങ്ങും, കമന്നുറങ്ങും, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് പുൾ ഔട്ട് ചെയ്തിട്ട് ഉറങ്ങും. സോ ഇതെല്ലാം സ്ലീപ്പിൻ്റെ വേവ്സിൽ സംഭവിക്കുന്നുണ്ട്. ബട്ട് സിൻസ് യു ഹാവ് എ കോഗ്നിറ്റീവ് സിസ്റ്റം, കോഗ്നിറ്റീവ് ബ്രെയിൻ, അത് വളരെ കാമായിട്ട് നടക്കുന്നു. നമ്മൾ സ്ലീപ്പിനകത്ത് ഇത്രയും ഡിസ്റ്റർബൻസസ് അറിയുന്ന പോലുമില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്? ഈ ചേഞ്ചസ് പ്രോസസ് ചെയ്യാൻ ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർലി ഡെവലപ്ഡ് കോഗ്നിറ്റീവ് സിസ്റ്റം. അതുകൊണ്ടാണ് ദേ നീഡ് എ ഹെൽപ്പ് ഇൻ ബ്രിഡ്ജിങ് ദെയർ സ്ലീപ്പ് ത്രൂ ഔട്ട്. സോ 1 വയസ്സാവുന്നത് വരെ ബേബിക്ക് ഈ സ്ലീപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ ദേ വിൽ ഡെഫിനറ്റ്ലി നീഡ് എ ഹെൽപ്പ്. വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഹൗ ടു മാനേജ് സ്ലീപ്പ് റിഗ്രഷൻ? ഒന്ന്, കറക്റ്റ് ആൻഡ് perfect environment to sleep, which is a pitch dark room, a swishing sound or a humming sound, which is to be very lower frequency, babyക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ. നോട്ട് ദ വൈറ്റ് മ്യൂസിക് അല്ല ഞാൻ പറയുന്നത്, ബേബിക്ക് കാമിങ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസിക് ഓപ്ഷൻസ് ഉണ്ട്. അത് പിന്നെ ഓവർ സ്റ്റിമുലേഷൻസിനെ കട്ട് ചെയ്യുക. അതായത് the 1 hour prior to the baby sleep or not, that is very important. Okay, and how you are dealing with the baby when the baby is in the sleep mode.